ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫിസിക്സിൻ്റെ റെക്കോർഡ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. കെമിസ്ട്രിയുടെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിൽ കയറി ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് നമ്മൾ ആ വീഡിയോ നിങ്ങൾ എല്ലാ വീഡിയോസും കാണണം, കാരണം ഓരോ റെക്കോർഡ്സിൻ്റെ അല്ലേ. അപ്പം അതിനകത്ത് തന്നെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ പേജിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ള അതിനെ പറയുന്നുണ്ട്. അതുപോലെ ഇൻഡെക്സ് ഞാൻ ഇപ്പോൾ ഫിസിക്സിന് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അല്ലാണ്ട് അതിനകത്ത് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പേജ് നമ്പറിൻ്റെ കാര്യവും ഡേറ്റിൻ്റെ കാര്യമൊക്കെ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളും ചെക്ക് ചെയ്യുക. ഫിസിക്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും മെയിനായിട്ടുള്ള കാര്യം എന്ന് നമുക്ക് ഗ്രാഫ് പേപ്പർ വേണം. കാരണം നമുക്ക് ടോട്ടൽ 14 പലയിടത്തും ഡിഫറെൻ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് സ്കൂളിൽ 14 എക്സ്പെരിമെൻറ്റ്സ് ആണ് റെക്കോർഡിൽ ചെയ്യിപ്പിച്ചത് 12 ആണെന്ന് തോന്നുന്നു. അവർ 13 പിന്നെ +2 കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് കറക്റ്റ് ഓർമ്മയില്ല. 14 ആണ് നമുക്ക് റെക്കോർഡിൽ എഴുതിയേക്കുന്നത്. ലിക്വിഡ് ലെൻസിന് ചെയ്യിപ്പിച്ചെങ്കിലും നമുക്ക് പ്രാക്ടിക്കലൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബോക്സസ് എല്ലാം കറക്റ്റായിട്ട് വരയ്ക്കുക, അതിൻ്റെ വാല്യൂസ് ചെക്ക് ചെയ്യുക, ഡേറ്റും പേജ് നമ്പറെല്ലാം കറക്റ്റായിട്ട് എഴുതാൻ നോക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എഴുതുമ്പോഴത്തേക്കും കൂടുതൽ മിസ്റ്റേക്സ് ഒന്നും വരുത്താതിരിക്കുക. കാരണം മിസ്സിനെ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ റെഡിങ് വെച്ച് മാർക്ക് വന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് നോക്കുമ്പോഴത്തേക്കും ഇതൊരു ഇതായിട്ടിരിക്കും. കാരണം മാർക്ക് കുറയ്ക്കാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ മെയിനായിട്ടും എക്സാമിന് നമ്മൾ പേപ്പറിൽ എഴുതുമ്പോൾ മിസ്റ്റേക്സ് വരാതെ നോക്കുക. കാരണം റെഡിങ് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കുറയ്ക്കും. 1/2 മാർക്ക് വെച്ചെങ്കിലും കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് മെയിനായിട്ട് നോക്കുക. റെക്കോർഡിലും നമ്മൾ നീറ്റ്നെസ് നോക്കുന്നവരാണെങ്കിൽ നോക്കണം. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ കെമിസ്ട്രി പറഞ്ഞ കാരണം ഒബ്സർവേഷനും കാൽക്കുലേഷൻസ് അതെല്ലാം ആ വൈറ്റ് പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറിലാണ് എഴുതേണ്ടത്. മറ്റേ തിയറി പാർട്ട് ലൈനുള്ള പേപ്പറിലും അങ്ങനെ 2 സൈഡായിട്ടാണ് എഴുതേണ്ടത്. പിന്നെ ഒരു സൈഡിൽ ഇപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ എഴുതുന്നിടത്ത് ഒബ്സർവേഷൻ കാൽക്കുലേഷൻ എഴുതുന്നത് ആ വൈറ്റ് പേജിലല്ലേ. അപ്പം അവിടെ നമുക്കതിപ്പം കംപ്ലീറ്റ് ആയില്ല, ഒബ്സർവേഷൻ മാത്രമേ എഴുതിയുള്ളൂ. അപ്പം നമ്മൾ അപ്പുറത്തെ സൈഡിൽ കാൽക്കുലേഷൻ എഴുതുക, അപ്പുറത്തെ പേജിൽ അതേ കണക്ക് എഴുതുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ എഴുതി, അപ്പോൾ നമുക്ക് തിയറി പാർട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇല്ല എഴുതാമെന്നുണ്ടെങ്കിൽ അവിടെ വിട്ടേക്കുക. അവിടേക്ക് വേറെ എക്സ്പെരിമെൻ്റ് എഴുതരുത്. പിന്നെ ടീച്ചേഴ്സ് ഗ്രാഫ് നമ്മൾ വരച്ചേക്കുന്നതിൻ്റെ അവിടെയും ഗ്രാഫ് ടീച്ചർ നോക്കി ടെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ വാല്യൂസ് എഴുതുമ്പോഴത്തേക്കും യൂണിറ്റ് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് പാരലോഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ വരയ്ക്കുന്ന പേപ്പറും കൂടി അതിനകത്ത് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ സ്റ്റിക്കി ഗമ്മോ ഏത് ഗമ്മാണെങ്കിൽ സ്റ്റിക്കി ഗമ്മായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം അപ്പുറത്തെ പേജിലോട്ട് ആവത്തില്ല, ഒരു നീറ്റ്നെസ് കിട്ടും. അപ്പം അത് വെച്ചിട്ട് ഒട്ടിക്കുക. ഗ്രാഫ് അതുപോലെ തന്നെ. പിന്നെ ഡ്രോയിങ് ചെയ്യുന്നതെല്ലാം ക്ലീനായിട്ട് നീറ്റ്നെസ് കീപ്പ് ചെയ്യുക. അതാണെങ്കിൽ മെയിൻ റെക്കോർഡിൽ നമ്മൾ നീറ്റ് നോക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യുമ്പോൾ റെഡ് പെൻ വെച്ച് അണ്ടർലൈൻ ചെയ്യാം. കുറച്ചും കൂടി എടുത്ത് കഴിയുമ്പോൾ ബ്ലാക്ക് വെച്ച് എഴുതുമ്പോൾ റെഡ് വെച്ച് അണ്ടർലൈൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി കാണും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മൾ ആ പെൻ വെച്ച് അണ്ടർലൈൻ ചെയ്താലും മതി, റെഡ് വേണമെന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയാം ഡിസൈനൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ. അങ്ങനെ എന്ത് പറഞ്ഞാൽ കുറേ ഒന്നും ചെയ്യരുത്. നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത്. റെക്കോർഡ്സിൽ എപ്പോഴും മിനിമലായിട്ടിരിക്കും. പിന്നെ ചില ടീച്ചേഴ്സ് സമ്മതിക്കില്ല റെഡ് വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്യാനൊന്നും. അപ്പം ചോദിക്കുക. ഞങ്ങൾക്ക് അയച്ചെന്ന PDF റെഡ് വെച്ച് വരച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞു, കെമിസ്ട്രി ടീച്ചറും പറഞ്ഞിട്ടുണ്ട് റെഡ് കുഴപ്പമില്ല, അണ്ടർലൈൻ ചെയ്യാനായിട്ട് എഴുതാമെന്ന് ചെയ്യരുത്. അങ്ങനെ അതുകൊണ്ടാണ് അത് വെച്ച് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഗ്രാഫിൻ്റെയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വരച്ചേക്കുന്ന ഗ്രാഫിൻ്റെ സ്കെയിൽ എഴുതാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ടിലും ലാസ്റ്റ് എഴുതി കഴിയുമ്പോഴൊക്കെ സൈനും സീലും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. സീൽ നോക്കും ടീച്ചേഴ്സ് എല്ലാം. നമ്മൾ നോക്കും റെക്കോർഡ്സ് എല്ലാവരും നമ്മൾ എഴുതുന്ന ടൈമിൽ എടുത്ത് വെച്ച് നോക്കും. സോ അങ്ങനെ തന്നെ നോക്കത്തില്ല, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ റെക്കോർഡ് നോക്കിയിട്ട് അങ്ങനെയൊന്നും അല്ലെന്ന് അവർ ക്ലിയർ ആയിട്ട് തന്നെ നോക്കും. സീൽ പ്രത്യേകിച്ച് സീലില്ലെങ്കിൽ നമുക്ക് കയറ്റത്തെ പോലുമില്ല. അപ്പോൾ പിന്നെ ടീച്ചർ അപ്പോൾ സീൽ കണ്ടുപിടിച്ചടിക്കേണ്ടി വരും. ഭയങ്കര ടീച്ചേഴ്സിന് പാടുള്ള പണിയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്ത് വെക്കുക. അത് നമ്മളെപ്പോഴും നോക്കുക. ടീച്ചേഴ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് ലാസ്റ്റ് ടൈം. ഗ്രാഫ് നമുക്ക് റെക്കോർഡിൻ്റെ ബാക്കിൽ നമ്മൾ കീറി എടുത്തിട്ട്, കാരണം 2 ഗ്രാഫൊക്കെ ഇപ്പോൾ 2 എക്സ്പെരിമെൻറ്റിന് 4 ഗ്രാഫൊക്കെ വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് റെക്കോർഡിൻ്റെ ബാക്കിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫ് പേപ്പർ വാങ്ങിച്ച് വെക്കാം, റെക്കോർഡിൽ തന്നെ വെച്ചേക്കാം. കാരണം റെക്കോർഡ് ലാബിൽ വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചേക്കാം. കുറച്ച് പേപ്പേഴ്സ് ആയാലും നമുക്ക് പാരലോഗ്രാം വരയ്ക്കാനുള്ള പേപ്പറും അല്ല അതിനകത്താക്കി വെച്ചേക്കാം. പിന്നെ കുഴപ്പമില്ല. അല്ലാണ്ട് കൊണ്ടുപോയിട്ട് ലാബിന് കൊണ്ടുവരുന്നവരാണെങ്കിൽ നമ്മൾ അന്ന് എടുക്കാൻ മറക്കരുത്, അത് ഓർക്കുക. പിന്നെ നമുക്ക് വാല്യൂസ് എഴുതാനായിട്ട് പ്രിൻ്റ് ഉണ്ടെങ്കിൽ, ടീച്ചർ തരുന്ന പ്രിൻ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് എഴുതിയിട്ട് നമ്മൾ പിന്നെ റെക്കോർഡിലോട്ട് എഴുതുക. റെക്കോർഡിൽ തന്നെ ഫസ്റ്റ് പേന വെച്ച് എഴുതരുത്, കാരണം മിസ്റ്റേക്സ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ വാല്യൂസ് ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്, കാരണം എല്ലാവരുടെയും നോക്കണ്ടേ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കും. ടീച്ചേഴ്സ് പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്യുക. ഒന്ന് ഫസ്റ്റ് ചെയ്ത്
എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാൻ റെക്കോർഡ് മാത്സിൻ്റെ ഫസ്റ്റ് എഴുതിയിട്ട് പിന്നെ ഞാൻ റെക്കോർഡ് കളഞ്ഞ് പിന്നെ ടീച്ചർ പറയണൊക്കെ എഴുതേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അതൊക്കെ നമുക്ക് ഡൗട്ട് വരുള്ളൂ വാല്യൂസ് ചെയ്തിട്ട്. കാരണം എനിക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ അവിടെ ചെയ്തിട്ട് എഴുതേണ്ടതാണ് എന്നൊക്കെ ഉള്ളത്. ഞാൻ ഫസ്റ്റ് വാല്യൂ ടീച്ചർ തന്ന PDF അനുസരിച്ച് ഞാൻ വാല്യൂസ് എല്ലാം എഴുതി അങ്ങ് വെച്ച്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ വേറെ കുറച്ചൊക്കെ സെയിം ആയിരിക്കും, എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ആൾക്കായിട്ടാണ് എഴുതേണ്ടത്. അത് നോക്കുക. പ്രത്യേകിച്ച് മാത്സ് നമുക്ക് 1-2 പേജൊന്നും അല്ല, നമ്മൾ എല്ലാ പേജിലും കാൽക്കുലേഷൻ കാണും എഴുതാനായിട്ട്. അപ്പം അത് ഫുള്ള് വേറെ റെക്കോർഡ് എടുക്കേണ്ട ആവശ്യം വരും. കെമിസ്ട്രി ഒന്ന് തെറ്റിക്കാൻ നമുക്ക് പേപ്പർ കീറി ബാക്കിൽ നിന്ന് എടുത്ത് ഒട്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ മറ്റേത് അങ്ങനെയല്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഫിസിക്സിൻ്റെ കാര്യം പറയാനായിട്ട്. ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.